ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി 70 മുസ്ലിം പള്ളികൾ ടാർപോളിൻ കൊണ്ട് മൂടി യുപി സർക്കാർ. ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിലാണ് പള്ളികൾ മൂടിയത്. ജില്ലാ ഭരണകൂടത്തിന്റേതാണ് നടപടി. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് കൂടി ചേരുന്നുണ്ട്. റഷീദ്, എന്താണ് ഈ ജില്ലാ ഭരണകൂടം ഇതിന് നൽകുന്ന ഒരു വിശദീകരണം? വർഷ, ഹോളി ആഘോഷം ഉത്തരേന്ത്യയിൽ വലിയ രീതിയിൽ ആഘോഷിക്കാനിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടിയുമായി യോഗി ആദിത്യനാഥ് സർക്കാർ യു പിയിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും യു പിയിലെ ഷഹാൻപൂർ മേഖലയിലാണ് ഇത്തരത്തിൽ ഷാജഹാൻപൂർ മേഖലയിലാണ് ഇത്തരത്തിൽ 70 മുസ്ലിം പള്ളികൾ ടാർപോളിൻ ഉപയോഗിച്ചുകൊണ്ട് മറച്ചിരിക്കുന്നത്. അതായത് ഈ ഹോളി ആഘോഷങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളും മുതൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും പ്രത്യേകിച്ചും ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഹോളി ആഘോഷങ്ങൾ നടക്കാറുണ്ട്. ഈ ആഘോഷങ്ങളുടെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അതോടൊപ്പം ഈ അക്രമങ്ങളും സംഭവിക്കാറുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നൽകിയതാണ്. എന്തായാലും ഈ അക്രമങ്ങളൊക്കെ തന്നെയും കണക്കാക്കിക്കൊണ്ടാണ് ഇപ്പോൾ യു പി സർക്കാർ ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വ്യക്തമാകുന്ന വിവരം. എന്തായാലും ഈ അക്രമ സംഭവങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പള്ളികളൊക്കെ തന്നെയും ടാർപോളിൻ ഉപയോഗിച്ചുകൊണ്ട് മൂടിയിരിക്കുന്നത് ാണ് ഇപ്പോൾ യു പി പോലീസും വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ മേഖലകൾ, അതായത് ഈ ഷഹാൻപൂർ മേഖലകളിൽ ഈ വരും ദിവസങ്ങളിൽ ചോട്ടോപൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘോഷയാത്ര നടക്കാനുണ്ട്. ഈ ഘോഷയാത്രയിലൊക്കെ തന്നെയും 10 കിലോമീറ്ററിലധികമുള്ള മേഖലകളിലായിട്ടുള്ള 70ഓളം മുസ്ലിം പള്ളികളാണ് ഇപ്പോൾ ടാർപോളിൻ ഉപയോഗിച്ചുകൊണ്ട് മറച്ചിരിക്കുന്നത്. എന്തായാലും ക്രമസമാധാനം സ്ഥാപിക്കുന്നതിനും അതോടൊപ്പം ഈ അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ നടപടി എന്നാണ് യോഗി ആദിത്യനാഥ് സർക്കാരും അതോടൊപ്പം യു പി പോലീസും വ്യക്തമാക്കുന്നത്. നേരത്തെയും ഈ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ തന്നെയും BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും യോഗി ആദിത്യനാഥിൻ്റെയും അതോടൊപ്പം ബീഹാറിലെയും തുടങ്ങിയിട്ടുള്ള വിവിധ BJP MLA-മാരും MP-മാരും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതായത് ഈ ഹോളി ആഘോഷം വരുന്നത് അടുത്ത വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഈ റംസാൻ മാസമായിട്ടുള്ള ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളികളിലൊക്കെ തന്നെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ടാകും. ഈ സമയത്ത് ഈ ഹോളി ആഘോഷവും വരുന്നതിനാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം വീട്ടിൽ തന്നെ ഇരിക്കണമെന്നൊരു വിദ്വേഷ പ്രസംഗമാണ് നേരത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു പൊതുവേദിയിൽ ഉയർത്തിയത്. അതിന് പിന്നാലെ വിവിധ മേഖലകളിലുള്ള BJP MLA-മാരും അതോടൊപ്പം MP-മാരും ഇതേ നിലപാടോട് കൂടിയിട്ടുള്ള വിദ്വേഷ പരാമർശങ്ങൾ ഉയർത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ പള്ളികളിൽ മുസ്ലിങ്ങൾ പോകേണ്ട, അതോടൊപ്പം ടാർപോളിൻ ഉപയോഗിച്ചിട്ടുള്ള പർദ്ദകൾ ധരിച്ചു വേണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വേണം മുസ്ലിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ എന്ന തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളാണ് നേരത്തെയും BJP MLA-മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ റംസാൻ മാസത്തിലെ വ്രതം ആഘോഷിക്കുന്ന മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു വിദ്വേഷ പരാമർശം ഉയർത്തുക തന്നെയാണ് BJP-യും അതോടൊപ്പം സംഘപരിവാറും ശ്രമം നടത്തുന്നത്. വരുന്ന വെള്ളിയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ യു പി പോലീസ് വ്യക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ പള്ളികളൊക്കെ തന്നെ മൂടിയിരിക്കുന്നത്, ടാർപോളിൻ ഉപയോഗിച്ച് മൂടിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. സമയം ഈ പള്ളികളിൽ പ്രാർത്ഥന നടത്തുന്നതിനോ അതുമായി ബന്ധപ്പെട്ട പ്രവേശനം തടയുന്ന തരത്തിലുള്ള നടപടികളൊന്നും തന്നെ ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല. പക്ഷേ ഇതിനെതിരെ ഈ പള്ളികൾ മൂടിയതിനെതിരെ വലിയ രീതിയിലുള്ള മുസ്ലിം വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയും ഉത്തർപ്രദേശിലും വിവിധ മേഖലകളിലും ഒക്കെ തന്നെയും ഉയർന്നു വന്നിട്ടുണ്ട്. നേരത്തെയും മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണങ്ങൾ ഈ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. അതോടൊപ്പം റംസാൻ വ്രതവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളൊക്കെ തന്നെയും വന്നിരുന്നു. ഇതൊക്കെ തടയുന്നതിൻ്റെ ഭാഗമായാണ് വിവിധ മേഖലകളിൽ ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിൽ വിവിധ മേഖലകളിൽ 70ഓളം മുസ്ലിം പള്ളികൾ ഇപ്പോൾ ടാർപോളിൻ ഉപയോഗിച്ച് മൂടിയിരിക്കുന്നത്. എന്തായാലും ഈ നടപടികളൊക്കെ തന്നെയും വരും സംസ്ഥാനങ്ങളിലേക്കും, അതായത് ഹരിയാന, രാജസ്ഥാൻ, ദില്ലി തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലകളിൽ ഹോളി വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഇത്തരം നടപടികൾ BJP സർക്കാർ കൈക്കൊള്ളുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളും ദില്ലിയിലെ വിവിധ മേഖലകളിലും ഇത്തരത്തിൽ പള്ളികൾക്ക് നേരെ, ഹോളി ആഘോഷത്തിനിടെ പള്ളികൾക്ക് നേരെയും മുസ്ലിം വിഭാഗങ്ങൾക്ക് നേരെയും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നൊരു സമീപനമാണ് സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ആക്രമണങ്ങളൊക്കെ തന്നെയും തടയുന്നതിന് വേണ്ടിയാണ് ഇത്ര സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ യു പി സർക്കാർ വ്യക്തമാക്കുന്നത്. വർഷ, ഈ അക്രമങ്ങൾ തടയാൻ, അതായത് ഈ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണങ്ങൾ, അതുപോലെ തന്നെ ക്രമസമാധാന പാലനം സംരക്ഷിക്കാൻ, ഇതിനൊക്കെ ഈ മുസ്ലിം വിഭാഗക്കാർ വീട്ടിലിരിക്കണം എന്ന് പറയുന്നത് BJP-യുടെ മറ്റൊരു രാഷ്ട്രീയ അജണ്ട കൂടിയാണല്ലേ?
പക്ഷേ തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ആഘോഷങ്ങൾ നമുക്കറിയാം രാജ്യത്തെ വിവിധ മതത്തിലുള്ള വിവിധ മേഖലകളിലുള്ള ആളുകളൊക്കെ തന്നെയും അവരുടെ ആചാരങ്ങളും ആഘോഷങ്ങളൊക്കെ തന്നെയും ഒരേ സമയത്ത് കൊണ്ടാടുമ്പോഴാണ് ഈ മുസ്ലിം വിഭാഗങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു നിലപാട് സംഘപരിവാറും അതോടൊപ്പം BJP സർക്കാരുകളും കൈക്കൊള്ളുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ ഈ വെള്ളിയാഴ്ച നിസ്കാരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വെള്ളിയാഴ്ച കൂട്ടപ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ മുസ്ലിം വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത് എന്നൊരു വിഷയമാണ് ഇപ്പോൾ സംഘപരിവാർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വിശ്വാസത്തെയും അതോടൊപ്പം ഈ ആരാധനാലയങ്ങൾ മറച്ചുകൊണ്ടുള്ള ഈ നടപടിക്രമങ്ങൾക്കെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഷാജഹാൻപൂരിലാണ് പള്ളികൾ ടർപോളിൻ കൊണ്ട് മറച്ചിരിക്കുന്നത്. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി അതിക്രമങ്ങൾ തടയാനും ക്രമസമാധാന പാലനം സംരക്ഷിക്കാനും എന്നാണ് BJP അതിന് നൽകുന്ന വിശദീകരണം എന്നതുകൂടിയുണ്ട്. വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് നൽകിയത്.